everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ? എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസൺ ആൻഡ് ആൻസർ. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൊരു ആൻഡ് ഉണ്ടായിരുന്നു. ടിമ്മി എന്ന് പറയുന്ന ആൻറ്റും ബെല്ല എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈയും. ടിമ്മി എന്ന ആൻറ്റിന് മുകളിൽ ഒരു ഇല വന്ന് വീഴുന്നതും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും അതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങളുണ്ട്. വേർ ഡസ് ടിമ്മി ലീവ്? ടിമ്മി എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? എ ബിഗ് മെഡോയിലായിരുന്നു. ഹെൽപ്പ്, ഐ കനോട്ട് ഗെറ്റ് ഔട്ട്. ഹൂ സെഡ് ദിസ്? ആരാ പറഞ്ഞേ? ടിമ്മി, ദ ആൻറ്റ് ആണ് അങ്ങനെ പറഞ്ഞത്. ഇലയുടെ അടിയിലായപ്പോൾ പറഞ്ഞതാണ്. വാട്ട് ഹാപ്പൻ ടു ടിമ്മി ദ ആൻറ്റ്? എന്താണ് സംഭവിച്ചത്? He got stuck under a leaf. How did Bella help Timmy? Timmy എങ്ങനെയാണ് ബെല്ല എന്ന ബട്ടർഫ്ലൈ സഹായിച്ചത്? She flapped her wings and moved the leaf. ചിറകടിച്ച് ആ ലീഫിനെ എന്ത് ചെയ്തു? ദൂരേക്ക് മാറ്റിയപ്പോൾ രക്ഷപ്പെട്ടു. What did the animals call Bella at the end of the story? സ്റ്റോറിയുടെ അവസാനം ബെല്ല എന്തെന്നാണ് അനിമൽസ് വിളിക്കുന്നത്? ഹീറോ. ഹീറോ എന്നാണ് വിളിക്കുന്നത്. Activity 2, read and write. Read the passage given below and answer the following question. ഇവിടെ അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങളിത് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ടീച്ചർ വായിക്കുന്നില്ല, ആൻസർ പറഞ്ഞു പോവാം. അർജുൻ എന്താ ഉപയോഗിച്ചിരുന്നേ? വീൽ ചെയർ ആണ്. ഹൂ ഗേവ് അർജുൻ എ ബോക്സ് ഓഫ് പെയിന്റ്സ് ആൻഡ് ബ്രഷസ്? ആരാ നൽകിയത്? ടീച്ചറാണ് നൽകിയത്. വാട്ട് ഡിഡ് അർജുൻ പെയിന്റ്? അർജുൻ എന്താ പെയിന്റ് ചെയ്തത്? ഹൈ മൗണ്ടെയിൻസ് പെയിന്റ് ചെയ്തു, ബേർഡ്സ് ഫ്ലൈങ് ഇൻ ദ സ്കൈ, ഡീപ് ബ്ലൂ ഓഷ്യൻ, ഇതെല്ലാം ചെയ്തു. ഓൾ ഓഫ് ദം അബവ്. പിക്ക് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഷൗട്ട് ഫോർ ജോയ് ഓർ ഇൻ പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വേർഡ് ഏതായിരുന്നു പാസേജിൽ ഉണ്ടായിരുന്നത്? ചിയേർഡ്. അർജുൻ വാസ് പ്രൗഡ് ടു ബി. അർജുൻ എന്തിലാ പ്രൗഡ് ആയിരുന്നത്? ആർട്ടിസ്റ്റ് എന്ന രീതിയിലായിരുന്നു പ്രൗഡ് ആയിരുന്നത്. പിക്ചർ സ്റ്റോറി, ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഇൻ യുവർ വേർഡ്സ്. ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ നടന്നു വരുന്നു, വാഹനം വരുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, പോലീസ് ഇത് കണ്ടിട്ട് താങ്ക് യു പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഇവിടെ ഒരു സ്റ്റോറി പോലെ എന്ത് ചെയ്യണം? എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺവെർസേഷൻ ആയിരുന്നു. എ ഫ്ലവറിംഗ് പ്ലാന്റ് വാസ് വെയിറ്റിംഗ് ഫോർ ദ റെയിൻ. സഡൻലി എ റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ദ ഫ്ലവർ. വാട്ട് എ ടെൻഡർ ടച്ച് ദ ഫ്ലവർ സൈഡ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എന്ത് ചെയ്യാണ്? മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ഫ്ലവറിൽ എന്ത് ചെയ്തു?
ഒരു റെയിൻ ഡ്രോപ്പ് വന്ന് വീണു, ആ ഒരു തലോടൽ, സോഫ്റ്റ് ആയിട്ടുള്ള തലോടൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലവറും റെയിൻ ഡ്രോപ്പും നമ്മളെ കോൺവെർസേഷൻ ആണ്. ഫ്ലവർ പറയണത് താങ്ക് യു റെയിൻ ഡ്രോപ്പ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. റെയിൻ ഡ്രോപ്പ് ഐ ആം ഹാപ്പി ടു സീ യു ടു. ആർ യു തേഴ്സ്റ്റി? യെസ്, മൈ പെറ്റൽസ് വെയർ ബിക്കം വെരി ഡ്രൈ. Raindrop, don't worry, I will cool you down and help you grow. Flower, you are so kind. Your touch is very tender. Raindrop, it's my pleasure. Now let's bloom beautifully together. Raindrop ഉം ഫ്ലവറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. നെക്സ്റ്റ് 4B കോൺവെർസേഷൻ ആണ്. 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി. Ninu learned letters and words. She started to read storybooks. She shared her happiness with her friend Muthu. നിന്നു മുത്തുവിനെ വിളിക്കുകയാണ്. മുത്തു നിന്നു ലെറ്റേഴ്സ് ഒക്കെ വേർഡ്സ് ഒക്കെ വായിക്കാൻ പഠിച്ചു. നിന്നു, മുത്തു, നൗ ഐ ക്യാൻ റീഡ് സ്റ്റോറീസ്. മുത്തു എന്ത് പറയും? ദാറ്റ് ഈസ് വണ്ടർഫുൾ. നിന്നു, വിച്ച് സ്റ്റോറി ഡിഡ് യു റീഡ്? നിന്നു, ഐ റീഡ് എ സ്റ്റോറി അബൌട്ട് എ ബ്രേവ് ലിറ്റിൽ ആൻഡ്. മുത്തു, വാവ്, വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ്? നിന്നു, എ ലിറ്റിൽ ബിറ്റ്, ബട്ട് ഐ യൂസ് ദ പിക്ചേഴ്സ് ടു ഹെൽപ്പ് മീ. മുത്തു, ക്യാൻ യു റീഡ് എ സ്റ്റോറി ടു മീ ടുമോറോ? അങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കോൺവെർസേഷൻ എഴുതുക എന്നുള്ളതായിരുന്നു 4B. ആക്ടിവിറ്റി 5Aയും 5Bയും അഡ്വർടൈസ്മെന്റ് ആണ്. 5A അഡ്വർടൈസ്മെന്റ്, ദ ചിൽഡ്രൻ ഓഫ് ക്ലാസ് 4 along with their teacher set up a new library in their school. ഒരു ന്യൂ ലൈബ്രറിയുടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ്, ഫുഡ് ഫെസ്റ്റിനുള്ള അഡ്വർടൈസ്മെന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 4ാം ക്ലാസ്സിലെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും എഴുതിയിട്ടല്ലോ? ആൻസർ നല്ലപോലെ എഴുതിയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.